നീറ്റ് പരീക്ഷാ വിഷയത്തിൽ സമഗ്രമായ ചർച്ചയ്ക്ക് സർക്കാർ തയ്യാറായിട്ടും സഭാ നടപടികൾ സ്തംഭിപ്പിക്കുന്ന കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷത്തിന്റെ ഇരട്ടത്താപ്പ് പാർലമെന്റിൽ തുറന്നുകാട്ടി ബി.ജെ.പി. സഭയുടെ അന്തസ്സ് തകർക്കുകയും ജനാധിപത്യ മൂല്യങ്ങളെ അനാദരിക്കുകയും ചെയ്യുന്ന ഇന്ത്യ സഖ്യത്തിന്റെ നയങ്ങൾക്കെതിരെ രാജ്യസഭയിൽ ആഞ്ഞടിച്ച് കേന്ദ്രമന്ത്രിമാരായ ജെ.പി. നദ്ദയും കിരൺ റിജിജുവും. പ്രതിപക്ഷം രാഷ്ട്രീയ അജണ്ടകൾക്കായി സഭയെ ദുരുപയോഗം ചെയ്യുകയാണെന്ന് നേതാക്കൾ വ്യക്തമാക്കി. രാജ്യത്തിന്റെ ഭാവി തലമുറയെ ബാധിക്കുന്ന സുപ്രധാന വിഷയങ്ങളിൽ നിന്നും കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷം ഒളിച്ചോടുകയാണെന്ന സത്യം രാജ്യസഭയിൽ വീണ്ടും വെളിപ്പെടുകയാണ്. നീറ്റ് പരീക്ഷാ തട്ടിപ്പുമായി ബന്ധപ്പെട്ട വസ്തുതാപരമായ ചർച്ചയ്ക്ക് മോദി സർക്കാർ പൂർണ്ണ സജ്ജമാണെന്ന് ആവർത്തിക്കുമ്പോഴും സഭ തടസ്സപ്പെടുത്തി രാഷ്ട്രീയ ലാഭം കൊയ്യാനാണ് ഇന്ത്യ സഖ്യത്തിന്റെ നീക്കം. മൺസൂൺ സമ്മേളനത്തിന്റെ ആദ്യ ദിനം മുതൽ തന്നെ ഏത് വിഷയത്തിലും ചർച്ചയ്ക്ക് സർക്കാർ വാതിലുകൾ തുറന്നിട്ടിരിക്കുകയാണെന്ന് കേന്ദ്ര പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു വ്യക്തമാക്കി. വിദ്യാർത്ഥികൾക്കായി ബി.ജെ.പി. സർക്കാർ സ്വീകരിച്ച കർശന നടപടികൾ സഭയിൽ വിശദീകരിക്കാൻ 100% തയ്യാറാണെന്ന് അറിയിച്ചിട്ടും പലവിധ നിബന്ധനകൾ ഉന്നയിച്ച് കോൺഗ്രസ് നേതൃത്വം ചർച്ചകൾ തടസ്സപ്പെടുത്തുകയാണ്. സർക്കാർ नीट पेपर लीक का चर्चा के लिए पूरी तरह से तैयार है और हमने पहले दिन से कहा है जब चर्चा होती है तो किसी नियम के तहत होना पड़ता है और इसका व्यवस्था बनाना पड़ता है. मैं अनुरोध करता हूं कि चर्चा कब होना है, चर्चा का ड्यूरेशन कितना लंबा चर्चा होना है और किस नियम के तहत होना है. माननीय स्पीकर महोदय, सारे पार्टी के फ्लोर लीडर से बातचीत करके इसका निर्णय किया जाए. सरकार पूरी तरह से नीट पेपर लीक पे चर्चा करने के तैयार है. പ്രതിപക്ഷത്തിന്റേത് തികച്ചും അട്ടിമറി അജണ്ടയും ഉത്തരവാദിത്തമില്ലാത്ത സമീപനവുമാണെന്ന് രാജ്യസഭാ നേതാവ് ജെ.പി. നദ്ദ കടുത്ത ഭാഷയിൽ കുറ്റപ്പെടുത്തി. പാർലമെന്ററി മര്യാദകളും ജനാധിപത്യ മൂല്യങ്ങളും കാറ്റിൽ പറത്തി ഇന്ത്യ സഖ്യം നടത്തുന്ന ജനവിരുദ്ധ നീക്കങ്ങൾക്ക് രാജ്യം മാപ്പ് നൽകില്ലെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. पार्लियामेंट्री अफेयर्स मिनिस्टर किरण रिजिजू जी ने बहुत स्पष्ट शब्दों में कहा है कि सरकार हर मुद्दे पर चर्चा करने के लिए तैयार है और इसके साथ साथ नीट में पेपर लीक और उससे निकलने वाली सारी गतिविधियों पर भी हमारी सरकार चर्चा करने के लिए तैयार है. ജനാധിപത്യത്തിന്റെ പരമോന്നത വേദിയിൽ വിദ്യാർത്ഥികളുടെയും യുവാക്കളുടെയും ആവശ്യങ്ങൾക്ക് മുൻഗണന നൽകി ചർച്ചയ്ക്ക് തയ്യാറാകുന്ന ഭരണപക്ഷത്തിന് മുന്നിൽ രാഷ്ട്രീയ നാടകങ്ങളുമായി സഭ തടസ്സപ്പെടുത്തുന്ന പ്രതിപക്ഷ നിലപാട് ജനങ്ങൾക്ക് മുന്നിൽ പൂർണ്ണമായും തുറന്നു കാട്ടപ്പെടുകയാണ്. ജനം, ഡൽഹി.